ഖബറിന്റെ അദാബ് ഉണ്ട്. ആ അദാബിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും മറ്റും എന്ത് ചെയ്യണം, ധാരാളം മാർഗങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് സൂറത്തുൽ മുൽക്ക് നിത്യമായി എന്ത് ചെയ്യുന്നുണ്ട്, ഓതുക എന്നുള്ളത് ഒരു മാർഗമാണത്. അതുപോലെ പല കാര്യങ്ങളും ഖബറിന്റെ അദാബിനെ തൊട്ട് എന്ത് ചെയ്യും, നമ്മളെ കാക്കും. അതിൽപ്പെട്ടതാണ് ഏത്, മലമൂത്ര വിസർജനം ചെയ്ത് വേണ്ടതുപോലെ ശുദ്ധിയാക്കൽ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് മൂത്ര വിസർജനമൊക്കെ ചെയ്താൽ അവരുടെ അവയവത്തിനെ പ്രത്യേകമായ രൂപത്തിലാണ് അള്ളാഹു പടച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ മൂത്രമൊഴിക്കാൻ പോയിരിക്കുന്നവർ ഇടതുവശമുള്ള ചാരണം കൊണ്ടിരിക്കണമെന്നും മൂത്രം നന്നായിട്ട് എന്ത് പോകാനത് നല്ലതാണെന്നും, അങ്ങനെ വ്ലാദറിൽ നിന്നിട്ട് മൂത്രം ഫുള്ളായി എന്ത് പുറത്തു പോകുന്നു. പുറത്തു പോയതിന് ശേഷം ഉറ്റൽ നിന്ന് കഴിഞ്ഞാൽ, അത് തുള്ളി തുള്ളിയായി ഇങ്ങനെ ഒറ്റക്കൊണ്ടിരിക്കും പോയി കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ നടുവിരൽ കൊണ്ട് നമ്മളുടെ മലദ്വാരത്തിന്റെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ ബലത്തിൽ ചെറിയ ഇതിൽ വളരെ ഭയത്തോടെ മേപ്പോട്ടും നാഭിയിൽ നിന്ന് തള്ളവിരൽ കൊണ്ട് താഴ്ത്തോട്ടും വളരെ മയത്തിൽ, രഗിബിയല്ല, വളരെ മയത്തിൽ തടകി 3 പ്രാവശ്യം കൊണ്ടുപോയി നമ്മളുടെ ഇതിന്റെ തലക്കൽ കൊണ്ടുപോയി ഇങ്ങനെ എന്ത് ചെയ്യണം, ചെറുതായിട്ട് മയത്തോടെ ഒന്ന് പിഴിഞ്ഞു കളയുക. ഇങ്ങനെ 3 വട്ടം ചെയ്യുക. ഒച്ച അനക്കുക, തൊണ്ട അനക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് എന്ത് ചെയ്യണം, മൂത്രത്തിൽ നിന്ന് എന്താവണം, ശുദ്ധിയാകണം. ഇത് പുരുഷന്മാർക്ക് വേണം. ഇത് പുരുഷന്മാർ വന്ന് അതിൻ്റെ ഉള്ളിലോട്ട് കയറുക, അപ്പൊ തന്നെ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് മൂത്രം ഒഴിച്ചിറങ്ങിയ ഒരു പെണ്ണാണെന്ന് പരിശോധിക്കേണ്ടി വരില്ലേ. അങ്ങനെ പോന്നാൽ മൂത്രം ശരിക്കും ഒഴിഞ്ഞു പോകാത്തത് കൊണ്ട് നമ്മൾ എണീറ്റ് നടക്കുന്ന സമയത്ത് തീർച്ചയായും ഈ മൂത്രം എന്ത് ചെയ്യുക, ഒരു തുള്ളിയാണെങ്കിലും നമ്മുടെ വസ്ത്രത്തിൽ എവിടെയെങ്കിലും ആവുകയോ ശരീരത്തിലെവിടെ ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന നമസ്കാരം എന്താവും, സയ്യാവോ. അപ്പോൾ സയ്യാകാത്തത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞൊരു ഹദീസിനകത്തില്ലേ, ഇന്ന ഹാദാനിൽ ഖബറാൻ, ഈ 2 ഖബറുകൾ യുവത്തിബാനി, അത് ശിക്ഷിക്കപ്പെടുകയാണ്. വലിയൊരു ദോഷത്തിന്റെ പേരിലല്ല ഒരാളുടെ തെറ്റെന്താ, മലമൂത്ര വിസർജനം ചെയ്താൽ വേണ്ടതുപോലെ ശുദ്ധീകരിക്കില്ല. അല്ല നിസ്കാരം ഉപേക്ഷിക്കൽ മാത്രമല്ല, ഖബറിനകത്ത് ശിക്ഷയിട്ടാണുള്ള വഴി. മൂത്രമൊഴിക്കാൻ പോയിട്ട് ശരിക്കും മൂത്രമൊഴിച്ചില്ലെങ്കിൽ എന്തോ പോയിക്കും. അതുപോലെ മലവിസർജനത്തിന് പോയാലും ശരിക്കും മല ഒഴിഞ്ഞു പോകണം.